ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജാൻസ് ക്രിയേഷൻ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജാൻസി. ഇന്ന് നമ്മുടെ ഓണം സ്പെഷ്യൽ ഫുൾ സ്കേർട്ടും ടോപ്പിൻ്റെയും വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ. അപ്പം ആ ഒരു ഡ്രസ്സ് തയ്ച്ച ചേച്ചിക്കുട്ടിയുടെ അനിയത്തിക്കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും കണ്ടു നോക്കുക. ഓണത്തിന് മുന്നേ ഞാൻ ഇത് ആദ്യമേ തന്നെ ഇടുന്നത് ഇത്തിരി സമയമുണ്ടല്ലോ, അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ്. നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ഈ പൊന്നാടയും അതുപോലത്തെ സാധനങ്ങളൊക്കെ വെറുതെ ഇരിപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ വെച്ച് അത് യൂസ് ചെയ്ത് മുകളിലേക്ക് യോക്ക് പോർഷനിലേക്ക് വേറെ കുറച്ചൊരു തുണി മാത്രം മതിയാവും. 1/2 മീറ്ററോ വല്ലോ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രോക്ക് റെഡിയാക്കി എടുക്കാം. അത്ര സിമ്പിളായിട്ടുള്ള ഉടുപ്പാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കുഞ്ഞു പിള്ളേരൊക്കെ ഇട്ടോട് നടക്കട്ടെ, കാണാൻ നല്ല രസമായിരിക്കും. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകൾ, പ്രത്യേകിച്ച് പെൺപിള്ളേർ ഇട്ട് നടക്കുന്ന കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ്സ് ഇടണം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. ഇത് ഞാൻ വന്നിരിക്കുന്നത് ഒരു കുഞ്ഞ് ബേബിയുടെ, അതായത് 1.25 വയസ്സുള്ള ഒരു കുട്ടിക്ക് ഓണത്തിനിടാനുള്ള ഒരു ഫ്രോക്കാണ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിരുന്നു, ഫുൾ സ്കേർട്ടും ബ്ലൗസും. അത് ഈ കുഞ്ഞു അവയുടെ ചേച്ചിയുടെയാണ്. അപ്പോൾ അതിൻ്റെ അനിയത്തിയുടെയാണ് ഈ ഒരു ഡ്രസ്സ്. അപ്പം നമ്മൾ ടോപ്പിനെടുത്ത മെറ്റീരിയലിൻ്റെ ബാക്കി വെച്ചിട്ടാണ് ഇതിൻ്റെ യോക്ക് പോർഷൻ വരുന്നത്. സ്കേർട്ട് പോർഷനിലേക്ക് വരുന്നത് ഈ ഒരു മെറ്റീരിയൽ, അതായത് നമ്മുടെ എന്താ പറയുക, കസവിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ, പൊന്നാടയൊക്കെ ഇടുന്ന ആ ഒരു മെറ്റീരിയലിൽ നിന്നാണ് നമ്മൾ സ്കേർട്ട് പോർഷൻ എടുക്കുന്നത്. അതിൽ നിന്നാണ് നമ്മൾ ഈ ചേച്ചിയുടെ ഫുൾ സ്കേർട്ടിനുള്ള കൈയുടെ ഈ കസവ് എടുത്തത്. ഈ അനിയത്തിക്കുട്ടിയുടെ ഈ ഒരു സെൻറ്റർ പീസിൽ വരുന്ന ഈ ഒരു കസവ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ബോർഡർ ചെയ്തത്. ഓക്കെ, അപ്പം ബാക്കി ഇനി ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കാം. യോക്ക് പോർഷൻ കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ ലൈനിങ് ഇടുന്നുണ്ട്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം. യോക്ക് പോർഷൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ 8 ഇഞ്ച് ലെങ്ത് പ്ലസ് ഒരു 1 ഇഞ്ച് മുകളിലത്തെ താഴത്തെ തയ്യൽ തുമ്പിനായിട്ട് ഇടുക. അപ്പോൾ 9 ഇഞ്ച്, 9 ഇഞ്ച് ലെങ്തിലാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഓൾറെഡി ഇതൊരു ഫോൾഡിങ്ങോടുകൂടിയാണ് ലൈനിങ് ഇരിക്കുന്നത്, കണ്ടോ ഇവിടെ. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി മടക്കിയിട്ടിരിക്കുകയാണ്. ഒരു 1/4 മീറ്ററിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ഈ യോക്ക് പോർഷനിലേക്കുള്ള ലൈനിങ്. ഷോൾഡർ നമ്മൾ എടുക്കുന്നത് 4 ഇഞ്ചാണ്. ഇത് 1.25 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഷോൾഡർ നമ്മൾ 4 ഇഞ്ച് എടുത്തു, കൈക്കുഴിയും നമ്മൾ 4 ഇഞ്ച് എടുത്തു. ഇത് സ്ലീവ്ലെസ് മോഡലിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്, സ്ലീവ് ഇല്ല. ഓക്കെ, ചെസ്റ്റ് നമുക്ക് വരുന്നത് 5.25 അപ്പം 5.25 മാർക്ക് ചെയ്യാം. പ്ലസ് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. വേസ്റ്റിൻ്റെ അവിടെയും നമുക്ക് 5.25 തന്നെയാണ് വേസ്റ്റ് വണ്ണം വരുന്നത്. പ്ലസ് 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. നമുക്കിവിടെ ഒരു 1/2 ഇഞ്ച് നമ്മൾക്ക് കയറ്റി വരയ്ക്കാം. താഴെ നിന്ന് 1/2 ഇഞ്ച് കയറ്റി കൊടുക്കുക. എന്നിട്ട് ഇത് സ്ലാൻഡിങ് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, ഇനി നമുക്ക് ഷോൾഡറും കൈക്കുഴിയും ജോയിൻ ചെയ്യാം. ചെസ്റ്റും വേസ്റ്റും ജോയിൻ ചെയ്യാം. കൈക്കുഴി വരയ്ക്കാം. ആംഹോളിൻ്റെ പോർഷൻ നമുക്ക് വരുന്നത് 8 ഇഞ്ചാണ്. കറക്റ്റ് 4 ഇഞ്ചുണ്ട് ആംഹോളിൻ്റെ പകുതി. അപ്പോൾ 8 ഇഞ്ച് വന്നോളൂ.
നെക്ക് വൈഡ് നമ്മൾ എടുക്കുന്നത് 2 ഇഞ്ചാണ്. അപ്പോൾ അടിച്ച് മറിച്ച് വരുമ്പോഴത്തേക്കും 2.25 വരും. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് സ്ലാൻഡിങ് കൊടുക്കാം ഷോൾഡറിന്. ഫ്രണ്ട് നെക്കിന്റെ ഇറക്കം 2.25 ഇഞ്ചാണ്. 2.25 ഇഞ്ച് പ്ലസ് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡറിന് കൊടുക്കുന്നു. അപ്പൊ 2.25 വരും. ഇവിടെ നമുക്ക് അടിച്ചു മറിക്കാനായിട്ട് 1/4 ഇഞ്ച് വേണം. അപ്പൊ 2.25 നിന്ന് നമ്മൾ 1/4 ഇഞ്ച് കുറച്ച് 2.5 മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് റൗണ്ടായിട്ട് നെക്ക് മാർക്ക് ചെയ്യുക. അതുപോലെ ബാക്കിന്റെ നെക്കും നമ്മൾ വരയ്ക്കുകയാണ്. 1.5 ബാക്ക് നെക്ക് പ്ലസ് 1/2 ഇഞ്ച് 2 വരും. അതിൽ നിന്ന് 1/4 ഇഞ്ച് പോകുമ്പോൾ 1.25. ഓക്കെ. എന്നിട്ട് അതും നമ്മൾ നെക്ക് വൈഡിലേക്ക് ജോയിൻ ചെയ്ത് ഒരു യു ഷേപ്പിൽ മാർക്ക് ചെയ്തു. അതുപോലെ കൈക്കുഴിയും നമുക്കൊന്ന് കുഴിച്ച് വരയ്ക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബോഡി പാർട്ടിൻ്റെ യോക്ക് പോർഷൻ്റെ മാർക്കിങ്ങുകൾ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. വളരെ സിമ്പിളായിട്ട് കുഞ്ഞു പിള്ളേർക്കൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ. ഓണമൊക്കെ അല്ലേ വരുന്നത്. അപ്പം പിന്നെ കുഞ്ഞു പിള്ളേർക്ക് ഇട്ട് നടക്കുമ്പോൾ തന്നെ കാണാൻ നല്ല ഭംഗിയല്ലേ. ബാക്ക് പീസിന്റെ അളവിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്യുന്നത്. കൈക്കുഴി ആണെങ്കിലും കുഴിച്ചു വെട്ടുന്നത് ബാക്ക് പീസ് സെപ്പറേറ്റ് എടുത്ത് മാറ്റിയിട്ട് കട്ട് ചെയ്യുക. അതുപോലെ കഴുത്തും നമ്മൾ ബാക്ക് പീസിന്റെ അളവിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇപ്പം നമ്മൾ ബാക്ക് പീസിന്റെ അളവിൽ കട്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ ഉള്ളിൽ നിന്ന് ഒരു പീസ് എടുത്ത് മാറ്റുക. അത് ബാക്ക് പീസ്, ഇത് ഫ്രണ്ട് പീസ്. എന്നിട്ടിനി കൈ കുഴിച്ചു വെട്ടുക. ഫ്രണ്ട് നെക്കും കയറ്റി വെട്ടുക. കുഴിയൊക്കെ വെട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടുമ്പോൾ അതിപ്പോൾ ഏത് ഡ്രസ്സിനാണേലും നമ്മൾ ഷേപ്പ് ചെയ്യുന്നതിൻ്റെ ഉള്ളിലായിട്ട് വേണം കൈ കുഴിച്ച് വെട്ടുന്നത് വരാൻ. അല്ലാണ്ട് ഇപ്പുറത്തേക്ക് ഷേപ്പിൻ്റെ ഇപ്പുറത്തേക്ക് വരരുത്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഷേപ്പ് ചെയ്ത് വരുമ്പോൾ ഫ്രണ്ട് പാർട്ട് കുഴിഞ്ഞു ഇരിക്കും, ബാക്ക് പാർട്ട് കയറിയിരിക്കും. അപ്പം നമുക്ക് ഈവനായിട്ട് ഷേപ്പ് ചെയ്യുമ്പോൾ കിട്ടില്ല കേട്ടോ. അതൊക്കെയാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, മാർക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മസ്റ്റ്. അല്ലെങ്കിൽ നമ്മൾ തന്നെ എടുക്കുമ്പം ഏതാണ് ഫ്രണ്ട് ഏതാണ് ബാക്ക് എന്നുള്ളത് പിന്നെ നമ്മൾ നോക്കണം കഴുത്തൊക്കെ വെച്ച്. ഓക്കെ, മാർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇനി നമ്മൾ നല്ല പീസ് ഇത് വെച്ച് തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ഫ്രണ്ടും ബാക്കും. ഓക്കെ, ഇപ്പം നമ്മൾ നല്ല പീസ് ലൈനിങ് വെച്ച് വെട്ടിയെടുത്തു. ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും. ബാക്ക് പാർട്ടിൽ നമുക്ക് ഓപ്പണിങ് ഇവിടെ വരുന്നുണ്ട്, സിബാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് സ്കേർട്ട് പോർഷനുമായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് സിബ് വയ്ക്കുന്നത്. ഓക്കെ, സ്കേർട്ട് പോർഷൻ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇപ്പോൾ 2 കസവുകളും ഒരുമിച്ച് വരുന്ന പോലെ, ഇതിപ്പോൾ ഓൾറെഡി ഒരു ഫോൾഡിങ്ങിലാണ് മടക്കിയേക്കുന്നത്. എന്നിട്ട് അതിനെ വീണ്ടും ബോർഡർ ഒരുപോലെ വരത്തക്ക രീതിയിൽ മടക്കിയെടുത്തു ഞാൻ. എന്നിട്ട് നമ്മൾ സ്കേർട്ടിൻ്റെ ലെങ്ത് എടുക്കുന്നത്, നമുക്ക് ടോട്ടൽ ഉടുപ്പിൻ്റെ ഫ്രോക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 ഇഞ്ചാണ്. 18 ഇഞ്ചാണ് ഫുൾ ലെങ്ത് ഓഫ് ഫ്രോക്ക്. അപ്പോൾ അതിൻ്റെ യോക്ക് പോർഷൻ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് 8 ഇഞ്ചാണ്. അപ്പം 10ൽ നിന്ന് 8 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി 18ൽ നിന്ന് 8 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാലൻസ് വരുന്നത് 10 ഇഞ്ചാണ് നമുക്ക് സ്കേർട്ട് പോർഷനിൽ വേണ്ടത്. സ്കേർട്ട് പോർഷൻ്റെ ലെങ്ത് 10 ഇഞ്ച് വേണം. ഇവിടെ നമ്മൾ മടക്കി അടിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോർഡറാണ്. ഇവിടെ മടക്കി അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ ഒരു ബോർഡർ ഡിസൈൻ പോകും. അപ്പോൾ അതുകൊണ്ട് അത് കളയാണ്ട് നമ്മൾ 10 ഇഞ്ചും ഒരു 1/2 ഇഞ്ച് നമ്മൾ മുകളിലത്തെ തയ്യൽ തുമ്പുമായിട്ട് മാർക്ക് ചെയ്യണം. അപ്പോൾ 10.5 ഇഞ്ച് 10.5 ഇഞ്ചാണ് ലെങ്ത് എടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനിത് ആ ഒരു ഫുൾ ലെങ്ത്തിൽ എടുക്കുകയാണ്. എന്നിട്ട് കുഞ്ഞു കുഞ്ഞു ഫ്ലീറ്റ്സ് ഇട്ട്
നല്ലോണം ഫ്ലെയറിൽ എടുക്കാൻ തന്നെ ഫുള്ളായിട്ട് തുണി നമ്മൾ യൂസ് ചെയ്യാണ്. ശരിക്കും ഇത്രയും ഫ്ലെയർ വേണമെന്നില്ല, പക്ഷെ ഒരുപാട് ഫ്ലെയർ ഉണ്ടെങ്കിൽ ഒരുപാട് ഭംഗിയല്ലേ, അതുകൊണ്ട് നമ്മൾ ഫുൾ എടുക്കുന്നു എന്ന് മാത്രം. ഈ ഒരു കസവിന്റെ പോർഷൻ നമ്മൾ എടുക്കുന്നില്ല, ഇവിടെ വെച്ച് നിർത്തുവാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത് സ്കേർട്ടിന്റെ പോർഷന് 10.5 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പൊ നമ്മള് ഫോൾഡിങ്ങോട് കൂടിയിട്ടുള്ള 2 പീസാണ് ഫ്രണ്ടിനും ബാക്കിനും കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഫോൾഡിങ്ങിന് അപ്പൊ ഈ ഒരു പോർഷൻ, ഈ ഒരു പീസ് തന്നെ ഫ്രണ്ടിൽ വരും, അടുത്ത ഈ ഒരു പീസ് ബാക്കിലേക്കും വരത്തക്ക രീതിയിൽ നമ്മൾ ഫ്ലീറ്റ്സുകൾ ഇട്ടെടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ എന്താ ലൈനിങ്ങും 1 ഇഞ്ച് കുറച്ച്, അതായത് ഇവിടെ നമ്മൾ 10.5 ആണെങ്കിൽ ഇത് 9.5 എടുത്തിട്ടുണ്ട്. 9.5 ഇഞ്ച് ലെങ്തിൽ നമ്മൾ ലൈനിങ് പീസും എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മുടെ കട്ടിങ് പാർട്ട് കഴിഞ്ഞു. ഇത് നമ്മൾ ബാക്കിൽ കൺസീൽഡ് സിബ് വെച്ച് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ചിങ് പാർട്ട് തുടങ്ങാം. ഇത് ബാക്ക് പീസാണ്. നല്ല പീസ് അകത്തേക്ക് മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് വെച്ച് നമ്മൾ കഴുത്തും കൈക്കുഴിയും അടിച്ചു വയ്ക്കുകയാണ്. എന്നിട്ട് അതിനെ മറിച്ചിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് സെൻറ്റർ കട്ട് ചെയ്ത് നമ്മൾ സിബിനുള്ളത് റെഡിയാക്കുകയാണ്. അതുപോലെ തന്നെ ഫ്രണ്ട് പീസും നമ്മൾ കഴുത്തും കൈക്കുഴിയും അടിച്ചു വയ്ക്കുക, എന്നിട്ട് മറിച്ചിടുക. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് കഴുത്ത് അടിച്ച് മറിച്ച് ഇട്ടു, ഫിനിഷ് ചെയ്തു, കൈയുടെ വശവും കഴുത്തിൻ്റെ വശവും. അതുപോലെ തന്നെ ബാക്ക് പീസിൻ്റെ കഴുത്തും ഇതും റെഡിയാക്കി കട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് സിബ് വയ്ക്കാൻ വേണ്ടിയിട്ട് കൺസീൽഡ് സിബാണല്ലോ വയ്ക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് 1/2 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പിട്ട് നമ്മളൊന്ന് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അപ്പം യോക്ക് പോർഷൻ്റെ പണി കഴിഞ്ഞു. ഇനി നമ്മളിത് ഷേപ്പ് ചെയ്യുകയാണ്. വേസ്റ്റിൻ്റെ വണ്ണവും ചെസ്റ്റിൻ്റെ വണ്ണവും എടുത്ത് ഷേപ്പ് ചെയ്തിട്ട് സ്കേർട്ട് പോർഷൻ റെഡിയാക്കി എടുക്കുകയാണ്. സ്കേർട്ട് പോർഷനിൽ ആദ്യമേ തന്നെ നമ്മൾ ഫ്ലീറ്റ്സുകൾ ഇട്ട് വേസ്റ്റിൻ്റെ വണ്ണത്തിലേക്ക് കൊണ്ടുവരികയാണ്. വേസ്റ്റിൻ്റെ വണ്ണം നമ്മൾ എടുത്തിരിക്കുന്നത് 5.25 അപ്പോൾ 5.25 നമ്മൾ ഹാഫായിട്ട് 4-1 എടുക്കുമ്പോഴാണ് 5.25 വന്നത്. അതിനെ 2ആക്കി 5.25 വരുമ്പോഴത്തേക്കും 11 ഇഞ്ച് ഒരു ഫ്രണ്ട് സൈഡിലും 11 ഇഞ്ച് ബാക്ക് സൈഡിലും വരും. അപ്പോൾ 11 ഇഞ്ചിലേക്ക് നമ്മളിത് ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ ഇട്ടിട്ട്, ഫ്ലീറ്റ്സുകൾ ഇടുവോ അല്ലെങ്കിൽ വലിയ കാണിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നൂല് വലിച്ച് കുഞ്ഞു 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 ഫ്ലീറ്റ്സ് ആക്കി എടുക്കുകയോ ചെയ്യാം. അത് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇത് ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ കൊടുത്ത് പോവുകയാണ്, അഡ്ജസ്റ്റ് ചെയ്ത്. ഇതിപ്പോൾ തുണി അധികം ഉള്ളത് കൊണ്ട് നമ്മൾ നൂല് വലിച്ചു കഴിഞ്ഞാൽ ചിലപ്പം വേസ്റ്റിൻ്റെ വണ്ണത്തേക്കാൾ കൂടുതൽ വലിപ്പത്തിലേക്ക് വരും. അതുകൊണ്ട് ഫ്ലീറ്റ്സ് ആകുമ്പോൾ നമുക്ക് ഉള്ളിലേക്ക് അധികം തള്ളിയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും. അപ്പം അതുകൊണ്ട് നല്ല ഫ്ലെയറും കിട്ടും, അതിനനുസരിച്ച് ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ ഉള്ളിലേക്ക് ഇച്ചിരി അധികം തള്ളിയിട്ടിട്ട് ഫ്ലീറ്റ്സുകളിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ലൈനിങ് പീസിൻ്റെ നമ്മൾ ഈ ഒരു സൈഡ് ബോർഡർ ആയതുകൊണ്ട് നമ്മളിവിടെ അറ്റം വശം മടക്കി അടിക്കുന്നില്ല. മോൾ വശത്ത് നമ്മൾ ഇതുപോലെ തന്നെ ചെറിയ ചെറിയ ഫ്ലീറ്റ്സുകൾ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പം നമ്മൾ യോക്ക് പോർഷൻ ചെസ്റ്റും വേസ്റ്റിൻ്റെയും വണ്ണത്തിനനുസരിച്ച് ഷേപ്പ് ചെയ്തെടുത്തു മാറ്റിവെച്ചു. ഓക്കെ, പിന്നെ ലൈനിങ് സ്കേർട്ട് പോർഷൻ്റെ ലൈനിങ്ങിൽ നമ്മൾ ഫ്ലീറ്റ്സ് ഇട്ടെടുത്തു. അത് ഒറ്റ പീസായിരുന്നു, അതുകൊണ്ട് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഫ്ലീറ്റ്സ് ഒറ്റടിക്ക് എടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് സിബിനുള്ള കട്ടിങ് ഇട്ട് കൊടുത്തു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതുപോലെ തന്നെ നല്ല പീസും നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും സെപ്പറേറ്റ് ആയിരുന്നതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഫ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. ഇത് സിബിനുള്ള കട്ടിങ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ട് പീസ് നമ്മൾ ഒറ്റടിക്ക് ഫുള്ളോടെ ഫ്ലീറ്റ്സ് ഇട്ട് എടുത്തിരിക്കുകയാണ്. ഓക്കെ, ഇനി നമ്മളിത് ഷേപ്പ് വേസ്റ്റിൻ്റെ ഈ വണ്ണത്തിനനുസരിച്ച് നല്ല പീസ് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ
ലൈനിങ് പീസും ഇതിനകത്തേക്ക് വെച്ച് കൊടുത്ത് ജോയിൻ ചെയ്യുക. ഇപ്പം നമ്മൾ ലൈനിങ്ങും നല്ല പീസും തമ്മിൽ ജോയിൻ ചെയ്ത് ഇവിടെ എടുത്തു. ഇവിടെ സിബിനുള്ള ഭാഗം നമ്മൾ ജോയിൻ ചെയ്ത് ഇപ്പോൾ വെച്ചേക്കുന്ന ഇത് നമ്മൾ യോക്ക് പോർഷനുമായിട്ട് ജോയിൻ ചെയ്യുകയാണ്. ഇതാ നമ്മൾ വേസ്റ്റ് പോർഷനിലേക്ക് സ്കേർട്ട് പോർഷൻ ജോയിൻ ചെയ്തു ഫുള്ളോടെ. എന്നിട്ട് ഇനി നമ്മൾ ഈ ഒരു പോർഷനിൽ ഈ സിബ് കൺസീൽഡ് സിബാണ്. കൺസീൽഡ് സിബ് വെക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അപ്പോൾ ഇത് നമ്മളിതിപ്പോൾ ഈ ഒരു മടക്കി അടിച്ചു വെച്ചേക്കുന്ന, മടക്കി അടിച്ചല്ല ജോയിൻ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു പീസിലേക്ക് സിബ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. സിബ് നമ്മൾ ഓഫ് വൈറ്റ് മാറ്റി റെഡാണ് ഇടുന്നത് കേട്ടോ. എന്നാലേ ഇവിടെ നമ്മൾ റെഡാണല്ലോ യോക്ക് പോർഷൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പോർഷനാണ് പുറമേ കാണുന്നത് കൺസീൽഡ് സിബിൻ്റെ. അപ്പോൾ ഇത് വൈറ്റ് ഓഫ് വൈറ്റ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്തറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റെഡിലേക്ക് സിബ് മാറ്റി. ഓക്കെ, ഇനി സിബ് വെച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ഈ ഫ്രോക്കിന് ഇവിടെ ഒരു ഫ്ലവർ ഉണ്ടാക്കി വെച്ച് കൊടുത്തു. അതോടെ ഫൈനൽ ലുക്കാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ. എന്ത് ഭംഗിയാണെന്ന് നോക്കി, എന്ത് ക്യൂട്ടാണെന്നറിയോ. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഓണത്തിന് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നല്ല രസത്തിൽ നല്ല ഭംഗിയിൽ ഈ ഒരു ടൈപ്പ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻസ് ഇടുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം. താങ്ക് യു.